മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായ ഈ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടി അഹാന കൃഷ്ണയുടെ വിവാഹത്തെക്കുറിച്ചാണ്. അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കുറേ നാളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിന് അടിവരയിടുന്ന ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണ സഹോദരിമാരിൽ രണ്ടാമത്തവളായ ദിയ കൃഷ്ണ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്കെല്ലാം വഴിവെച്ചിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കുടുംബത്തിന്റെ നീക്കങ്ങൾ. കൃഷ്ണകുമാറും മക്കളും അടങ്ങുന്ന ഈ കുടുംബം കഴിഞ്ഞ കുറേ നാളുകളായി വർക്കൗട്ടിനും ഫിറ്റ്നസിനും വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. സാധാരണയായി വീട്ടിലൊരു കല്യാണം വരുമ്പോൾ കുടുംബാംഗങ്ങൾ പ്രെറ്റി ലുക്കിൽ തിളങ്ങാൻ ഒരുങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ അഹാനയുടെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ കഠിനമായ വർക്കൗട്ടുകൾ എന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയും ഒരേപോലെ വിലയിരുത്തുന്നത്. വിവാഹ തീയതി അടുത്തു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ദിയ കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നത്. തിരുവനന്തപുരത്ത് വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റിനെ ആവശ്യമുണ്ട് എന്നതായിരുന്നു ദിയയുടെ പോസ്റ്റ്. ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു അഹാനയുടെ വിവാഹ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ കുടുംബത്തിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. മെഹന്തി ആർട്ടിസ്റ്റിനെ തിരയുന്നത് അഹാനയുടെ വിവാഹത്തിന് വേണ്ടിയാണെന്ന നിഗമനത്തിലാണ് നെറ്റിസൺസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ദിയയുടെ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളുമാണ് ഉയർന്നു വരുന്നത്. ദിയ പങ്കുവച്ച ഈ ഒരു പോസ്റ്റ് ഒരു സൗജന്യ കൊളാബറേഷന് വേണ്ടിയുള്ളതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. മെഹന്തി ആർട്ടിസ്റ്റുകൾക്ക് പണം നൽകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രൊഫഷണലുകളെ കൊണ്ട് സൗജന്യമായി ജോലി ചെയ്യിപ്പിക്കാനാണ് ഇവരുടെ ഭാവമെന്നും റെഡിറ്റിൽ വിമർശകർ കുറിക്കുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇത്തരം കൊളാബറേഷനുകൾ ചെയ്യാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇൻഫ്ലുവൻസേഴ്സിന്റെ പേജ് വഴി കിട്ടുന്ന റീച്ചും പബ്ലിസിറ്റിയും ലക്ഷ്യം വെച്ച് പല ബ്രാൻഡുകളും ആർട്ടിസ്റ്റുകളും സൗജന്യമായി വർക്ക് ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നാൽ ദിയ കൃഷ്ണ ഈ പോസ്റ്റിലൂടെ സൗജന്യമായാണോ മെഹന്തി ആർട്ടിസ്റ്റിനെ ആവശ്യപ്പെട്ടതെന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. തങ്ങൾ പണം നൽകാൻ തയ്യാറാണെന്ന് ദിയ പോസ്റ്റിൽ എവിടെയും പറയാത്തത് കൊണ്ട് ഇത് സൗജന്യ സേവനം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സോഷ്യൽ മീഡിയ മുൻകൂട്ടി എഴുതിയിരിക്കുകയാണ്. യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സ്വന്തം ബിസിനസ്സുകളുടെയും ലക്ഷക്കണക്കിന് രൂപ വരുമാനം നേടുന്ന വ്യക്തിയാണ് ദിയ കൃഷ്ണ. അതുകൊണ്ട് തന്നെ ഇത്രയും പണമുണ്ടായിട്ടും കൃത്യമായ പ്രതിഫലം നൽകി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയോ മെഹന്തി ആർട്ടിസ്റ്റിനെയോ വയ്ക്കാൻ ഇവർക്ക് മടിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് അർഹമായ വേതനം നൽകാതെ സോഷ്യൽ മീഡിയ പ്രൊമോഷന്റെ പേരിൽ സൗജന്യമായി ജോലി ചെയ്യിക്കാൻ നോക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നീളുന്നത്. വിമർശനങ്ങളും ട്രോളുകളും ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോഴും അഹാന കൃഷ്ണയുടെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഹാനയുടെ വിവാഹം എന്നാണ്, ആരാണ് വരൻ തുടങ്ങിയ കാര്യങ്ങളറിയാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ വിവാഹ വാർത്തകളോടും മെഹന്തി ആർട്ടിസ്റ്റിനെ തേടിയുള്ള പോസ്റ്റിന് നേരെ ഉയർന്ന വിമർശനങ്ങളോടും കൃഷ്ണകുമാറിന്റെ കുടുംബം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.